ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ അനുമോളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയ പല എക്സ് കണ്ടസ്റ്റൻസും പറയുന്നുണ്ട് അനുമോള് PR കൊണ്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അനുമോളുടെ PR അല്ല കേട്ടോ. എനിക്ക് ഏതാണ്ട് 171 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്ക് കാരണം ആരും PR തന്നിട്ടില്ല. ഞാൻ അനുമോളുടെ PR അല്ലേ. അപ്പോൾ ഇവർ പുറത്തിറങ്ങിയ ആൾക്കാർ പലരും നമ്മൾ സോഷ്യൽ മീഡിയ കൂടെയൊക്കെ പറയുന്നത് കേൾക്കുന്നതാണ്. ഇവരകത്തുണ്ടായിരുന്നു ഇവരെന്തോ മലമറിച്ചേനെയായിരുന്നു, ഇവർ അങ്ങനെ ചെയ്തായിരുന്നു, നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെ പുറത്താക്കി, എന്നിട്ട് കളിക്കാത്ത PR കൊണ്ട് ആൾക്കാർ നിലനിൽക്കുന്നു, അൺഫെയർ എവിക്ഷൻ ആണ്, PR പുറത്താക്കി എന്നൊക്കെ ഇവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ഇവർ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, ഇവരെന്ത് ചെയ്തിട്ട് ഇവർ പുറത്താക്കിയവർ ഈ ലാസ്റ്റ് വന്ന കുറച്ച് പേരുടെ കണ്ടന്റ് അല്ല, അത് ആദ്യം പുറത്താക്കിയ ഒരു സംഭവം നമുക്ക് ഓർമ്മയിലില്ല. ഇപ്പൊ മുൻഷി എന്ന് പറഞ്ഞ പുള്ളിയുടെ ആണെങ്കിൽ നമുക്കൊന്നും ഓർമ്മയില്ല, പുള്ളിയുടെ ഓർക്കാൻ ഒന്നുമില്ല, അടുക്കളയിൽ എന്തോ നിൽക്കുന്ന അങ്ങനെ അല്ലാണ്ട് ഒന്നുമില്ല. പിന്നെ ബിൻസിയുടെ ബിൻസി മറ്റേ ഫസ്റ്റ് ഒരു ടാസ്കിലാണേലും എനിക്ക് കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ബിൻസി കിടന്നുറങ്ങുന്നു, അല്ലാണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് നമുക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ കലാഭവൻ ശരിക്കും ആ ചേച്ചി ആ പുള്ളിക്കാരി ആണേലും അക്ബറിന്റെ ടീമിലോട്ട് ആളെ കൂട്ടുമായിരുന്നു മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ടീമിലോട്ട് നല്ലതാ. പിന്നെ നമ്മുടെ ഹോട്ട് സീറ്റിലുണ്ടായിരുന്ന സരിക, ആ പുള്ളിക്കാരി ആണേലും ഹോട്ട് സീറ്റ് നിങ്ങളുടെ ഭർത്താവ് എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ സരിക ആ പുള്ളിക്കാരിയുമായിട്ട് ഇങ്ങനെ വാക്കുതർക്കം ഉണ്ടായി. അതല്ലാണ്ട് ഇവർക്ക് എന്ത് കണ്ടന്റ്, ഇവർക്ക് എന്തോരം കണ്ടന്റ് അവിടെ പിടിക്കാനുണ്ടായിരുന്നു. ഇവരിതൊന്നും പിടിച്ച് നമ്മളെ ഇംപ്രസ് ചെയ്യുകയോ നമ്മളെ ഇഷ്ടപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. അതേസമയം അനുമോൾ ആ സമയത്ത് പല കണ്ടന്റുകളും അവിടെ തന്നുകൊണ്ടിരുന്നു, നമുക്ക് ആകർഷകമായിട്ട് കണ്ടുകൊണ്ടിരിക്കാനും. ഇതെന്താ ഇങ്ങനെ, ഇവർ ചെയ്യുന്ന തെറ്റല്ലേ, അവർ ചെയ്ത് ശരിയല്ലേ, അങ്ങനെ നമുക്ക് ചിന്തിക്കാനുള്ള പല കണ്ടന്റ്, തെറ്റോ ശരിയോ പല കണ്ടന്റുകളും നമ്മുടെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട് അനുമോളുടെ. എന്ന് വെച്ചാല് ഇപ്പം ഗ്യാങ് ആയിട്ട് കൂടി നിന്ന് റെനെ അവരെല്ലാം കൂടെ ഗ്യാങ് ആയിട്ട് കൂടി നിന്നുകൊണ്ട് അനുമോളെ പട്ടിയുടെ മുഖം അതൊന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മളപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അനുമോളുടെ അടുത്തോട്ട് പോയോ, അനുമോൾ അങ്ങനെ ഇതെന്താ ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആ സമയത്ത് ഞാൻ അനുമോൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഇവരെ വിട്ടാൽ ശരിയാവില്ല, ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഓർത്തുകൊണ്ട് ആ സമയത്ത് ഞാൻ അനുമോൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർ തന്നെ അനുമോളെ കോർണർ ചെയ്ത് ഇവര് അതിന് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് അനുമോള് പിന്നെ ഭയങ്കര കരച്ചില്ല അതാ ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് പലരും അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ച് അങ്ങനെ അനിമോളുടെ കണ്ടന്റുകളാണ് നമുക്ക് കൂടുതൽ എത്തിയത്. ഇവർക്ക് ഈ പുറത്തിറങ്ങിയ എക്സ് കണ്ടസ്റ്റൻസിന് ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ PR ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇത്രയും ബ്രില്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഗെയിം കളിക്കാൻ പാടില്ലായിരുന്നു. അവർ എന്തെല്ലാം കാര്യം ഈ ഭക്ഷണത്തിനുള്ള അടിയല്ലാണ്ട് അവിടെ എന്തെല്ലാം കാര്യങ്ങളും നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ആരെങ്കിലും കണ്ടന്റ് കൊടുത്തോ? ഇവര് എത്ര ആശയം ലാലേട്ടൻ തന്നെ വന്നിട്ട് ഇന്നയാളെ കാണുന്നില്ല, അവിടെ ഉണ്ടോ, ക്യാമറയിൽ കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല എന്ന് എത്ര ആശയം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇവർ അതിന് കൂടെ